നമസ്കാരം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറവായിരുന്നപ്പോഴും ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് പെട്രോളിന് 100 രൂപയോളമായിരുന്നത്? പണ്ട് UPA സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് 2008 ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പ്രതിസന്ധിയിൽ ക്രൂഡ് ഓയിൽ വില ഒരു ബാരലിന് $140 ഉയർന്നിരുന്നു. അപ്പോൾ പോലും ഇന്ത്യയിൽ പെട്രോളിൻ്റെ വില 50 രൂപയിൽ താഴെയായിരുന്നു. പക്ഷേ ഇന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില ഏകദേശം $105 മാത്രമേ ഉയർന്നിട്ടുള്ളൂ. പക്ഷേ ഇന്ത്യയിലെ പെട്രോളിൻ്റെ വില 100നും മുകളിലാണ്. ഇതെന്തുകൊണ്ടാണ്? ഇത് പരിശോധിക്കുമ്പോൾ 2004 മുതൽ ഇന്ത്യയിലെ പെട്രോളിലുണ്ടായ വില വർധനവ് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് UPA സർക്കാർ ഭരണം ആരംഭിച്ച കാലം മുതൽ 2004 മെയ് മാസത്തിൽ പെട്രോളിൻ്റെ വില ഇന്ത്യയിൽ വെറും 33 രൂപയായിരുന്നു. 2014 മെയ് മാസത്തിൽ UPA സർക്കാർ ഭരണം ഒഴിയുമ്പോൾ പെട്രോളിൻ്റെ വില 71 രൂപയായിരുന്നു. അതായത് 10 വർഷം കൊണ്ട് ഏതാണ്ട് 112% വില വർധനവ്. എങ്കിൽ പോലും അത് പരമാവധി 71 രൂപയായിരുന്നു എന്ന് ശ്രദ്ധിക്കണം. ആഗോള ക്രൂഡ് ഓയിൽ വില ഇന്നത്തേക്കാൾ ഉയർന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലും പെട്രോൾ വില 50 രൂപയ്ക്ക് മുകളിൽ പോയിരുന്നില്ല. എണ്ണവിലയുടെ വർധനവിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി എണ്ണ വ്യാപാര കമ്പനികൾക്ക് വൻതോതിൽ നഷ്ടം സഹിക്കേണ്ടി വന്നു. അവരുടെ നഷ്ടം നികത്തുന്നതിനായി സർക്കാർ ഇറക്കിയ ഓയിൽ ബോണ്ടുകൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇന്നത്തെ ജനങ്ങളുടെ നികുതിയിൽ നിന്നുമാണ് അടച്ചു തീർത്തത്. എങ്കിൽ പോലും അന്നത്തെ പെട്രോൾ വില കുറവായിരുന്നു. പക്ഷേ എങ്കിലും അന്ന് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാരിന് സാധിച്ചില്ല. ഉയർന്ന വിലക്കയറ്റമായിരുന്നു സർക്കാർ നേരിട്ട ഏറ്റവും വലിയ ആരോപണവും. ഇന്നത്തേക്കാൾ ഏതാണ്ട് 50 രൂപയോളം അന്ന് പെട്രോളിന് വില കുറവായിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യം. എന്നിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായ പെട്രോൾ വില വർധനവിൽ സർക്കാരിന് വിമർശനം നേരിടേണ്ടി വന്നു. എണ്ണ വ്യാപാര കമ്പനികൾ പ്രതിസന്ധിയിലായി. എന്നിട്ടും വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പെട്രോൾ ഡീസൽ വിലയുടെ സ്ട്രക്ചറിൽ സമൂലമായ മാറ്റമുണ്ടായി. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ എണ്ണവില ഉയർന്നുകൊണ്ടേയിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞിരുന്നപ്പോൾ അപ്പോൾ പോലും സർക്കാർ എണ്ണ കമ്പനികൾക്ക് വില വർദ്ധിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടിയിരിക്കുമ്പോഴും സർക്കാരിൻ്റെ പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടി എണ്ണ കമ്പനികൾക്ക് നഷ്ടം സഹിക്കേണ്ടി വന്നിരുന്നു. ഭാവിയിൽ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പോഴുള്ളതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനായുള്ള ഒരു ബഫർ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വില വർദ്ധിപ്പിക്കാൻ എണ്ണ കമ്പനികളെ സർക്കാർ അനുവദിച്ചു. കഴിഞ്ഞ 10 വർഷം വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിഞ്ഞത് സർക്കാരിന് വലിയ ആശ്വാസമായി. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ എണ്ണ വില വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് നിയന്ത്രിക്കേണ്ടി വന്നില്ല. പക്ഷേ എന്നിട്ടും ഒരു നിശ്ചിത വിലയ്ക്കപ്പുറം സർക്കാർ അവരെ നിയന്ത്രിച്ചിരുന്നു. ആ നിയന്ത്രണമാണ് സർക്കാർ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതിനാലാണ് ഇന്നലെ കമ്പനികൾ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചത്. ഇനി പല സംസ്ഥാനങ്ങളിലെ പെട്രോൾ വിലയെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് താരതമ്യം ചെയ്യാം.